ഹലോ ഹായ് വെൽക്കം ബാക്ക്. നമുക്ക് ചെറിയൊരു ഗ്രാമർ പോർഷൻ പഠിക്കാം. ഇഫ് ക്ലോസ്. സോ ഇഫ് ക്ലോസ് സാധാരണഗതിയിലില്ലേ നമ്മൾ സ്ഥിരമായിട്ട് ഉപദേശിക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ ചൊറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇഫ് ക്ലോസ്. പറഞ്ഞുതരാം. നീ എക്സാമിന് പഠിച്ചാൽ നിനക്ക് നല്ലൊരു ജോലി കിട്ടും, അല്ലെങ്കിൽ നീ എക്സാം ക്രാക്ക് ചെയ്താൽ നിനക്ക് നല്ലൊരു ജോലി കിട്ടും, നീ ആ എക്സാമിന് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിനക്ക് നല്ലൊരു ജോലി കിട്ടുന്നുണ്ടായിരുന്നെങ്കിൽ, നിന്റെ കയ്യിലിരിപ്പ് നല്ലതായിരുന്നെങ്കിൽ നിനക്ക് നാട്ടുകാരുടെ നിന്ന് തല്ല് കിട്ടിയില്ലായിരുന്നേന്. സോ എടാ ഇങ്ങനെ പറയില്ലേ, ഇങ്ങനെ നമ്മളിങ്ങനെ ചൊറിയാൻ വേണ്ടിയിട്ട് നമ്മളെ ഉപദേശിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ പറയില്ലേ, നീ നല്ല നടക്ക് നടന്നാൽ നിന്റെ കാര്യങ്ങളൊക്കെ ശരിയാവും. ഇങ്ങനെ ഒരു എപ്പോഴും ഒരു കണ്ടീഷൻ വെച്ചോണ്ട് ഇങ്ങനെ നടന്നാൽ, അങ്ങനെ ചെയ്താൽ, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ, ഇങ്ങനെ എപ്പോഴും ഒരു കണ്ടീഷൻ വെച്ച് പറയുന്നതിനാണ് നമ്മൾ ആക്ച്വലി ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. സോ ഇഫ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഒരു കണ്ടീഷണൽ ക്ലോസ് ആണ്. ഇതിൽ രണ്ട് പാർട്ടുകൾ വരുന്നുണ്ട്. ഒരു ഇഫ് ക്ലോസ് പാർട്ടും ഒരു മെയിൻ ക്ലോസ് പാർട്ടും വരുന്നുണ്ട്. പറഞ്ഞുതരാം. ഒരു സെന്റൻസ് വായിച്ചു നോക്കി. ഇതൊരു ക്ലാസിക് എക്സാമ്പിൾ ഓഫ് ഇഫ് ക്ലോസ് ആണ്. ഇഫ് യു സ്റ്റഡി ഹാർഡ് യു വിൽ ക്രാക്ക് ദി എക്സാം. നീ എക്സാമിന് പഠിച്ചാൽ, നിനക്ക് ഈ നീ നല്ലപോലെ പഠിച്ചാൽ, സ്റ്റഡി ഹാർഡ്, നിനക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇവിടെ ഏതാണ് ഇഫ് ക്ലോസ്, ഏതാണ് മെയിൻ ക്ലോസ്? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ഒരു കോമ കാണാം. ഏകദേശം ഒരു നടുക്ക് ഭാഗത്തായിട്ട് ഒരു കോമ കാണാം. ഈ കോമക്ക് തൊട്ട് മുന്നേ ഉള്ള ഇഫ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തിനാണ് നമ്മൾ ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. അപ്പൊ കോമ കഴിഞ്ഞിട്ടുള്ള ഭാഗത്തിനാണ് നമ്മൾ മെയിൻ ക്ലോസ് എന്ന് വിളിക്കുന്നത്. ചില കേസുകളിൽ നമ്മൾ ഇഫ് ക്ലോസിന്റെ വെർബ് ഒക്കെ ഫില്ല് ചെയ്യാനായിരിക്കും പറയാം. ചില കേസുകളിൽ നമ്മുടെ മെയിൻ ക്ലോസിന്റെ വെർബ് ഫില്ല് ചെയ്യാനായിരിക്കും നമ്മളോട് ചോദിക്കുക. പറഞ്ഞുതരാം. മൂന്നേ ടൈപ്പേ ഉള്ളൂ ഇഫ് ക്ലോസിൽ. മൂന്നേ ടൈപ്പ് ക്വസ്റ്റ്യൻസേ നമ്മളോട് ചോദിക്കുള്ളൂ. ആ മൂന്നേ ടൈപ്പ് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ മനസ്സിലാക്കി തരാം. ഈ ഒരു സെന്റൻസ് നോക്കിയോ. ഇഫ് യു സ്റ്റഡി ഹാർഡ് യു വിൽ ക്രാക്ക് ദി എക്സാം. ഓക്കെ. രണ്ടാമത്തെ സെന്റൻസ് നോക്കിയോ. ഇഫ് യു സ്റ്റഡീഡ് ഹാർഡ് യു വുഡ് ക്രാക്ക് ദി എക്സാം. ഒന്നാമത്തെ രണ്ടാമത്തെ സെന്റൻസ് തമ്മിലുള്ള മാറ്റം എന്താ? ഇവിടെ നമ്മൾ ഇഫ് ക്ലോസിൽ യൂസ് ചെയ്തിരിക്കുന്ന വെർബ് ശ്രദ്ധിച്ചോ, അത് V1-ലാണ്. രണ്ടാമത്തെ സെന്റൻസിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന വെർബ്, ഇഫ് ക്ലോസിന്റെ ഭാഗത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന വെർബ് എന്ന് പറയുന്നത് V2-ലാണ്, പാസ്റ്റ് ടെൻസിലാണ്. മൂന്നാമത്തെ സെന്റൻസ് നോക്കിയോ. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് ഹാർഡ് യു വുഡ് ഹാവ് ക്രാക്ക് ദി എക്സാം എന്നാണ് പറയുന്നത്. ഇവിടെ മൂന്നാമത്തെ സെന്റൻസിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ ഹാഡ് പ്ലസ് V3 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആക്ച്വലി നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഇഫ് ക്ലോസിന്റെ പാർട്ടിൽ V1 വന്നു കഴിഞ്ഞാൽ മെയിൻ ക്ലോസിൽ എന്ത് സംഭവിക്കും, ഇഫ് ക്ലോസിന്റെ വെർബില് നമ്മൾ V2 വന്നു കഴിഞ്ഞാൽ മെയിൻ ക്ലോസിൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഇഫ് ക്ലോസിന്റെ ഭാഗത്ത് ഇഫ് ക്ലോസിന്റെ വെർബില് ഹാഡ് പ്ലസ് V3 വന്നു കഴിഞ്ഞാൽ മെയിൻ ക്ലോസിൽ എന്ത് സംഭവിക്കും. ഇത്രയേ ഉള്ളൂ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകും. സോ ടൈപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോ, ഇഫ് ക്ലോസിന്റെ ഭാഗത്ത്, അതായത് കോമക്ക് തൊട്ട് മുന്നേയുള്ള ഭാഗത്ത് നമ്മുടെ വെർബ് എന്ന് പറയുന്നത് V1-ലായാൽ മെയിൻ ക്ലോസിൽ എന്ത് സംഭവിക്കും, കോമക്ക് ശേഷം എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഇവിടെ മെയിൻ ക്ലോസിന്റെ വെർബിന് എന്ത് സംഭവിക്കും എന്നാണ് നോക്കേണ്ടത്. എക്സാമ്പിൾ നോക്കിയോ. ഇഫ് യു ആസ്ക് ഫോർ എ കോഫി യു ക്യാൻ ഗെറ്റ് ഇറ്റ്. നീ ഒരു കോഫി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കത് കിട്ടും. ഓക്കെ. ഇവിടെ നമ്മൾ ഇഫ് ക്ലോസിൽ യൂസ് ചെയ്തിരിക്കുന്ന വെർബ് ശ്രദ്ധിച്ചോ, V1-ലാണ്. ശ്രദ്ധിച്ചോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ക്ലോസിൽ വരേണ്ട ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് വിൽ, ക്യാൻ, ഷോൾ, മേ എന്നുള്ളതായിരിക്കും. മാത്രമല്ല അതിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ട വെർബ് എന്ന് പറയുന്നത് V1-ലുമായിരിക്കും. ഓക്കെ. ഒരു എക്സാമ്പിൾ നോക്കിക്കോ. ഇഫ് യു വർക്ക് ഹാർഡ്, ഇവിടെ ഡാഷ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വർക്ക് എന്ന് പറയുന്നത് എന്താണ്, V1-ലാണ്. ഇഫ് ക്ലോസിന്റെ വെർബ് കൊടുത്തിരിക്കുന്നത് V1-ലാണ്. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി വരാൻ പോകുന്ന ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് വിൽ, ക്യാൻ, ഷോൾ, മേ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം. നീ നല്ലപോലെ പണിയെടുത്താൽ നിനക്ക് നല്ലൊരു ജോലി കിട്ടും എന്ന് നമുക്ക് പറയാം. യു ഗെറ്റ് എ റൈറ്റ് ജോബ് എന്ന് നമുക്ക് പറയാം. യു ക്യാൻ ഗെറ്റ് എ ഗുഡ് ജോബ് എന്ന് നമുക്ക് പറയാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന, നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഓക്സിലറി വെർബ് കണ്ടോ, ഈ 4 നിന്ന് ഒന്നാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല അതിനുശേഷം ഓക്സിലറി വെർബിന് ശേഷം വന്നിരിക്കുന്ന വെർബ് നമ്മൾ V1-ലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി ടൈപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് നമ്മുടെ ഇഫ് ക്ലോസിന്റെ വെർബ് V2 ആണെന്നുണ്ടെങ്കിൽ മെയിൻ ക്ലോസിൽ എന്ത് സംഭവിക്കുന്നതാണ് രണ്ടാമതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിച്ചോ. ഇഫ് യു ആസ്ക്ഡ് ഫോർ എ കോഫി യു കുഡ് ഗെറ്റ് ഇറ്റ്. നീ ഒരു കോഫി ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിനക്കത് കിട്ടിയേനെ എന്നാ പറയുന്നത്. അതൊരു പാസ്റ്റിലേക്ക് റെഫർ ചെയ്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, അല്ലെ. ഇവിടെ നമ്മൾ ഇഫ് ക്ലോസിന്റെ വെർബ് എന്ന് പറയുന്നത് എന്താ,
V2ലാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മെയിൻ ക്ലോസിന്റെ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് വുഡ്, കുഡ്, ഷുഡ്, മൈറ്റ് എന്ന് പറയുന്ന 4 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എന്താ? കുഡ് ആണ്. യു കുഡ് ഗെറ്റ് ഇറ്റ്, നിനക്കത് കിട്ടിയായിരുന്നേനെ എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഇഫ് യു വർക്ക് ഹാർഡ്, നമ്മൾ നേരത്തെ അതേ ഓപ്ഷനാണ്. ഇവിടെ വർക്ക്ഡ് എന്ന് പറയുന്നത് എന്താ? V2ലല്ലേ? നമ്മുടെ ഇഫ് ക്ലോസിന്റെ വെർബ് പറയുന്നത് വെർബ് V2ലാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഓക്സിലറി വെർബ് ഈ 4 ഏതെങ്കിലും ആയിരിക്കണം. ഇവിടെ നമ്മൾ നേരത്തെ കൊടുക്കുന്നത് യു ക്യാൻ ഗെറ്റ് എ ഗുഡ് ജോബ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? യു, ഇവിടുന്ന് ഏതെങ്കിലും ഒന്നാണ് എടുക്കേണ്ടത്. യു കുഡ് ഗെറ്റ് എ ഗുഡ് ജോബ്. ഇവിടെ എന്തുകൊണ്ടാ ഗെറ്റ് ഗോട്ട് ആയിട്ട് മാറാത്തത്? കാരണം നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ നമ്മൾ ഓക്സിലറി വെർബിന് ശേഷം യൂസ് ചെയ്തിട്ടുള്ള വെർബും V1ൽ തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. അപ്പൊ ഇവിടെയും നമ്മൾ V1ൽ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്, അതിന് മാറ്റമൊന്നുമില്ല. മൂന്നാമത്തെ ടൈപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് നമ്മുടെ ഇഫ് ക്ലോസിന്റെ വെർബ് ഹാഡ് പ്ലസ് V3 ആയി കഴിഞ്ഞാൽ എന്ത് മാറ്റം വരും എന്നുള്ളതാണ്. ഇഫ് യു ഹാഡ് ആസ്ക്ഡ് ഫോർ എ കോഫി യു കുഡ് ഹാവ് ഗോട്ട് ഇറ്റ് എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന വെർബ് നമ്മുടെ ഇഫ് ക്ലോസിന്റെ ഭാഗത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന വെർബ് എന്ന് പറയുന്നത് ഹാഡ് പ്ലസ് V3 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ക്ലോസിന്റെ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് വുഡ് ഹാവ്, കുഡ് ഹാവ്, ഷുഡ് ഹാവ്, മൈറ്റ് ഹാവ് എന്നുള്ളതായിരിക്കും. മാത്രമല്ല അത് കഴിഞ്ഞിട്ടുള്ള വെർബ് എന്ന് പറയുന്നത് V2ലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇഫ് യു ഹാഡ് വർക്ക്ഡ് ഹാർഡ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഹാഡ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഇഫ് ക്ലോസിൽ യൂസ് ചെയ്തിരിക്കുന്ന വെർബ് എന്ന് പറയുന്നത് ഹാഡ് പ്ലസ് V3 ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരുന്നത്. ഇവിടെ V2 അല്ല V3 ആണ് കേട്ടോ വരേണ്ടത്. മാറിപ്പോയതാണ്, V3 ആണ് വരേണ്ടത്. ഇഫ് യു ഹാഡ് വർക്ക്ഡ് ഹാർഡ്, നീ നല്ലപോലെ പണിയെടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിനക്ക് നല്ലൊരു ജോലി കിട്ടുമായിരുന്നേനെ എന്നാണ് അവിടെ അർത്ഥം വരേണ്ടത്. സോ ഇവിടെ യു കുഡ് ഹാവ്, കാരണം നമ്മൾ ഇവിടെ നേരത്തെ അതേ സാധനം തന്നെയാണ്. ഇവിടെ കുഡ് ആയിരുന്നു വന്നത്, കാരണം അവിടെ V2 ആണ് വന്നത്. ഇവിടെ ഹാഡ് പ്ലസ് V3 ആണ്. അപ്പോൾ നമ്മളിവിടെ കുഡ് ഹാവ് എന്നുള്ള ഓക്സിലറി വെർബ് ആണ് നമ്മൾ എവിടെ യൂസ് ചെയ്യേണ്ടത്? നമ്മുടെ മെയിൻ ക്ലോസിൽ യൂസ് ചെയ്യേണ്ടത്. കുഡ് ഹാവ് ഗോട്ട് എ ഗുഡ് ജോബ് എന്നായിരിക്കും. കാരണം എന്താ? നമ്മൾ അതിന് ശേഷം യൂസ് ചെയ്യേണ്ട വെർബ് V3ലാണ് വരേണ്ടത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ 3 ടൈപ്പുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒന്ന് സമ്മറൈസ് ചെയ്യാം. നമ്മുടെ ഇഫ് ക്ലോസിൽ V1 ആണ് വെർബായിട്ട് വരുന്നുണ്ടെങ്കിൽ മെയിൻ ക്ലോസിൽ യൂസ് ചെയ്യേണ്ട ഓക്സിലറി വെർബാണ് വിൽ, ക്യാൻ, ഷോൾ, മേ. ഇത് നമ്മൾ അവസരോചിതമായിട്ട് ഈ 4 ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിനുശേഷം വരേണ്ട വെർബ് V1 ആയിരിക്കണം. ഇനി ഇഫ് ക്ലോസിൽ വരുന്നത് V2 ആണ് വെക്കുക. V2 ആണ് വെർബ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ക്ലോസിൽ യൂസ് ചെയ്യേണ്ട ഓക്സിലറി വെർബ് വുഡ്, കുഡ്, ഷുഡ്, മൈറ്റ്. അതിനുശേഷം വരേണ്ട വെർബും V1 തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഇനി നമുക്ക് ഹാഡ് പ്ലസ് V3 ആണ് നമ്മൾ ഇഫ് ക്ലോസിന്റെ കൂടെ വരുന്ന വെർബ് എന്നുണ്ടെങ്കിൽ മെയിൻ ക്ലോസിൽ വരേണ്ട ഓക്സിലറി വെർബ് വുഡ് ഹാവ്, കുഡ് ഹാവ്, ഷുഡ് ഹാവ്, മൈറ്റ് ഹാവ് പ്ലസ് V3. ശ്രദ്ധിക്കണം, V3. ഞാൻ നേരത്തെ മാറിപ്പോയി, V2 ആണ് പറഞ്ഞത്, പക്ഷെ V3 ആണ് അവിടെ വരേണ്ടത്. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. Complete the following passage with right form of verbs given in brackets. ശ്രദ്ധിച്ചോ, if United Nation dash the war between 2 countries beforehand, so many children and the old would not have suffered from hunger and cold. ഇവിടെ കണ്ടോ, കോമ ശ്രദ്ധിച്ചോ, കോമയ്ക്ക് ശേഷമുള്ള ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മെയിൻ ക്ലോസ് എന്ന് വിളിക്കുക. മെയിൻ ക്ലോസിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, വുഡ് ഹാവ് ആണ് വന്നത്. ഇവിടെ നമ്മൾ നേരത്തെ എക്സാമ്പിൾ കണ്ടു, വുഡ് ഹാവ് ആണ് വന്നതെങ്കിൽ ഹാഡ് പ്ലസ് V3 ആണ് എവിടെ വരേണ്ടത്? നമ്മുടെ ഇഫ് ക്ലോസിൽ വരേണ്ടത്. അപ്പൊ ഇവിടെ എന്ത് വരണം? ഇഫ് യുണൈറ്റഡ് നേഷൻ ഹാഡ് സ്റ്റോപ്ഡ്. ഇവിടെ ഏകദേശം നമുക്ക് ഒരു ഒരു ഹിന്റ് തന്നിട്ടുണ്ട്. സ്റ്റോപ്പ് വെച്ചിട്ടാണ് ആ ഒരു വേർബ് വരുന്നത്. അപ്പൊ ഇത് ഹാഡ് പ്ലസ് V3 ആണ് നമുക്ക് വേണ്ടത്. ഹാഡ് പ്ലസ് V3 ആണ് വരേണ്ടത്. അതുകൊണ്ട് ഹാഡ് സ്റ്റോപ്ഡ് എന്നാണ് വരേണ്ടത്. ഇനി the situation continues the same. Too many lives dash loses. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മുടെ കോമയ്ക്ക് ശേഷം വരുന്ന ഭാഗത്തിനാണ് നമ്മൾ ഈ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. മെയിൻ ക്ലോസിൽ യൂസ് ചെയ്തിരിക്കുന്ന വെർബ് എന്ന് പറയുന്നത് എന്തിലാണ്? V1ലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ if the situation continues ഇഫ് ക്ലോസിൽ വന്ന വെർബും V1ലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് ഫോം ആണ് അല്ലെ. V1 ഇഫ് ക്ലോസിലും
ഇഫ് ക്ലോസിലും മെയിൻ ക്ലോസിലും നമുക്ക് V1 ആണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഓക്സിലറി വെർബ് വില്ല്, ക്യാൻ, ഷോൾ, മേ ആണ് യൂസ് ചെയ്യേണ്ടത്. ശ്രദ്ധിച്ചോ. ഇഫ് ദ സിറ്റുവേഷൻ കണ്ടിന്യൂസ് ദ സെയിം, ടു മെനി ലൈവ്സ് വിൽ ലൂസ് എന്ന് പറയാം നമുക്ക്, അല്ലേ? കാരണം ഇവിടെ നമ്മൾ ഫസ്റ്റ് ഫോമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ആക്ച്വലി എന്തിന് ഉത്തരം എഴുതുന്നത്? ഇഫ് ക്ലോസിന് ഉത്തരം എഴുതുന്നത്. ഇഫ് ക്ലോസ് താരതമ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഇത് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റി. ഇനിയും നമുക്ക് ഫർദർ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇതൊരു മോഡൽ മാത്രമാണ് തന്നത്. എത്രത്തോളം എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇതിന് ഉത്തരം എഴുതാൻ പറ്റും എന്നുള്ളൊരു എക്സാമ്പിൾ മാത്രമാണ് ഞാൻ കാണിച്ചത്. സോ ഓൾ ദി ബെസ്റ്റ്, ബൈ.